ഹലോ, ഇന്ന് ഞാനൊരു കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കി കാണിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യണം. ഇന്ന് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 പൊട്ടാറ്റോ ആണ് എടുത്ത് വെച്ചേക്കുന്നത്. നല്ലോണം കഴുകിയിട്ട് തൊലി കളയാണ്ട് തന്നെ നടുഭാഗം ഒന്ന് മുറിച്ച് കുക്കറിൽ വേവിക്കാൻ വെച്ചു. ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ഉപ്പും മഞ്ഞളും ചേർത്ത് നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇവിടെ നമ്മുടെ പൊട്ടാറ്റോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടാറ്റോ ചൂടാറി, അപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞ് ഇനി നല്ലോണം ഉടച്ചെടുക്കാം. ഇനി നമുക്ക് കട്ട്ലേറ്റിന് വേണ്ട മസാല റെഡിയാക്കാം. അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എണ്ണ നല്ലോണം ഇപ്പം ചൂടായി. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിയായിട്ട് ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സബോള ചേർക്കാം. 1 സബോളയാണ് ഇതിൽ ചേർത്തത്. ഇതിന് വാടി തുടങ്ങുമ്പോൾ ഇപ്പോൾ വാടി തുടങ്ങിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും രണ്ടും കൂടി 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നല്ലോണം അരച്ചെടുത്തത് ചേർക്കാം. ഇനി വേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് വേപ്പില ചേർക്കാം. വേപ്പില അങ്ങനെ ചെറുതായി കട്ട് ചെയ്യുന്നത് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടി പോകാണ്ടിരിക്കാനാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഷേപ്പാക്കി എടുക്കാനായിട്ടാണ് വേപ്പില കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ചെറുതായി കട്ട് ചെയ്ത് വേപ്പിലയും ചേർക്കാം. ഇനി കുരുമുളക് പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ 2 പ്രാവശ്യമായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഗരം മസാലപ്പൊടി അപ്പോൾ 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി നമുക്ക് ചേർക്കാം. ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്കിനി വേവിച്ച് വെച്ച ചിക്കൻ, നമ്മൾ നല്ലോണം പൊടിയായിട്ട് പൊടിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മസാലയും മുളകിന് പകരം പച്ചമുളകൊക്കെ ചേർത്തു. നമുക്കിനി വേണമെങ്കിൽ മസാലയും മുളകൊക്കെ വേണമെങ്കിൽ ഇനി ഈ സമയത്ത് ചേർക്കാം. ഇനി നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ചെറുതായി കട്ട് ചെയ്ത മല്ലിയില കുറച്ച് ചേർക്കാം. നമ്മൾ പൊട്ടാറ്റോ ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെച്ചത്. ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈ പൊട്ടാറ്റോ ഇതിൽ ചേർത്തൊന്ന് മിക്സ് ആക്കാം. എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും ഈ മസാലയും പൊട്ടാറ്റോയും കൂടി മിക്സ് ആയി കഴിഞ്ഞു. ഏകദേശം ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പോൾ ചൂടാറിയപ്പോൾ മല്ലിയില മണം എനിക്ക് പോരായ തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി മല്ലിയില ചേർക്കുന്നുണ്ട്. മല്ലിയില കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് ചേർക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ബ്രെഡ് ക്രംസ് റെഡിയാക്കാം. അപ്പോൾ ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് ഞാൻ 7 ബ്രെഡ് സ്ലൈസസ് ആണ് എടുത്തത്. ഇത് നമുക്ക് നല്ലോണം പൊടിച്ചെടുക്കാം.
നമുക്ക് കട്ട്ലേറ്റ് നല്ല ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഞാനിവിടെ റൗണ്ടും സ്ക്വയർ ഷേപ്പിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി 2 ഷേപ്പർ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ മെഷറിംഗ് കപ്പും പിന്നെ വേറെ ഒരെണ്ണം ഞാൻ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഷേപ്പറും കൂടിയാണ് എടുത്തു വെച്ചേക്കണത്. ഇതില്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഷേപ്പാക്കാം. എല്ലാ ഭാഗവും ഒരേ വലിപ്പം ഒരേ അളവാവണമെന്ന് മാത്രം. എന്നാലാണ് എല്ലാ കട്ട്ലേറ്റ് ഫുള്ളായിട്ട് ഒരുപോലെ മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പം ഇതുപോലെ തന്നെ എല്ലാ കട്ട്ലേറ്റും നമുക്കിതുപോലെ ഷേപ്പാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റില് മുട്ടയുടെ വെള്ള 2 മുട്ടയുടെ വെള്ളയും ഒരു പ്ലേറ്റില് ബ്രെഡ് ക്രംസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഓരോ കട്ട്ലേറ്റും ആദ്യം തന്നെ മുട്ടയുടെ വെള്ളയിൽ മുക്കി അതിനുശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാം, ഒന്ന് മുക്കിയിട്ട് വെക്കാം. എല്ലാ കട്ട്ലേറ്റും നമുക്കിതുപോലെ തന്നെ ആദ്യം തന്നെ മുട്ടയുടെ വെള്ളയിൽ മുക്കുക, പിന്നെ ബ്രെഡിന്റെ ആ പൊടിയിൽ മുക്കുക. ഇങ്ങനെ എടുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് കട്ട്ലേറ്റ് ഒക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കട്ട്ലേറ്റ് ഒക്കെ പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് നമുക്ക് 2 ദിവസം മുൻപേ തന്നെ ഇങ്ങനെ ഇതുപോലെ തന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കി ഷേപ്പൊക്കെ ആക്കിയിട്ട് ആദ്യം തന്നെ മുട്ടയുടെ വെള്ളയിൽ മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് നമുക്കത് എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ബോക്സിൽ റെഡിയാക്കി നമുക്ക് ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് അന്ന് നമുക്ക് അപ്പോൾ ആ പരിപാടിക്ക് ആ സമയത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. 1 മണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്ന് 1 മണിക്കൂർ മുന്നേ പുറത്ത് വെച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ 2 ദിവസം മുന്നേ തന്നെ ഇതുപോലെ ചെയ്ത് വയ്ക്കാം. കേടാവില്ല, നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കട്ട്ലേറ്റ് നമുക്ക് ഉണ്ടാക്കി. ഫ്ലോർ ഓയിലാണ് എടുത്തേക്കണത്. അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആവാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കണത്. ചിലപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിലും കട്ട്ലേറ്റിന് വേണ്ടി ചേർക്കാറുണ്ട്. നമ്മളിതിൽ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ അധിക നേരിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വേവിച്ച് വെച്ച പൊട്ടാറ്റോയും ചിക്കനും മസാലയൊക്കെ നമ്മുടെ നല്ല വെന്ത് നല്ല പരിവായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് മൊരിച്ചെടുക്കാം. അപ്പോൾ തീ കുറച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല, ഉള്ളിൽ വേവേണ്ട ആവശ്യമില്ല. ഉള്ളിൽ നല്ലോണം ഓൾറെഡി വെന്തിട്ടുണ്ട്. അപ്പോൾ പുറമേ ഭാഗം മാത്രം വെന്താൽ മതി. അപ്പം നമുക്ക് പെട്ടെന്ന് മറിച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് അപ്പോൾ ചെയ്യണത്. തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരേ കളറാക്കി എടുക്കാം. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കട്ട്ലേറ്റ് കിട്ടും. അപ്പോൾ ഒരു ഏകദേശം ബ്രൗൺ കളർ ആവണ വരെ ഇങ്ങനെ എല്ലാ കട്ട്ലേറ്റും തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് എടുക്കാം. കാരണം പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് പെട്ടെന്ന് നമുക്ക് ഈ കട്ട്ലേറ്റ് മൊരിച്ചെടുക്കാം. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറേ പേരൊക്കെ കട്ട്ലേറ്റ് ഉണ്ടാക്കാറുണ്ട്. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന കട്ട്ലേറ്റ് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണിത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ്സ് എഴുതി അറിയിക്കണം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.